യേശുവിൻ്റെ കൂട്ടായ്മയിൽ എല്ലാ ദൈവജനത്തിനും ഈശോ പ്രത്യേകം സ്നേഹത്തോടെ പരിപാലിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും കിട്ടുവാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിന് ആ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 33-ാം തിരുവചനം. ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ്. വിനയം ബഹുമതിയുടെ മുന്നോടി. ഒരു വ്യക്തിക്ക് ജ്ഞാനം ലഭിക്കണമെങ്കിൽ ഏത് കാര്യത്തെക്കുറിച്ചും നല്ല വിവേകത്തോടും അറിവോടും കൂടി സംസാരിക്കുവാൻ കഴിവുണ്ടാകണമെങ്കിൽ ദൈവത്തോട് അവൻ എത്രമാത്രം അടുത്തു നിൽക്കുന്നു അങ്ങനെയുള്ളവർക്കാണ് ആ കഴിവ് ലഭിക്കുക. ലോകത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ മാത്രം അറിവ് നേടുന്നത് പോലെയല്ല ദൈവത്തോട് ഭക്തിയോടെ ചേർന്ന് നിൽക്കുമ്പോൾ, വിനയത്തോടെ ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നൽകുന്ന ജ്ഞാനം അത് പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന ജ്ഞാനമാണ്. അതിന് പഠനമോ സമയം ചെലവഴിക്കലോ ഒന്നും ആവശ്യമില്ല. സന്ദർഭമനുസരിച്ച് ദൈവം അവൻ്റെ നാവിലൂടെ പരിശുദ്ധാത്മാവിനാൽ സംസാരിക്കും. ഒരു ജ്ഞാനിയെപ്പോലെ അവൻ എല്ലാം പറഞ്ഞു തരും. അങ്ങനെയുള്ള ഒരു ജ്ഞാനിയാകാൻ ദൈവഭയം അത് അവന് ലഭിക്കുന്ന ഒരു പരിശീലനമാണ്. ദൈവത്തെ എത്രമാത്രം ഭയപ്പെടുവാൻ അവൻ ശീലിക്കപ്പെടുന്നു അത്രമാത്രം അവൻ ജ്ഞാനിയായി മാറുകയും ചെയ്യും. ആ ദൈവഭയത്തിൻ്റെ കൂടെ നിൽക്കുന്നതാണ് വിനയം. ഈ ഭൂമിയിലുള്ള പലതിനെയും ബഹുമാനിക്കാൻ അവന് സാധിക്കുമെങ്കിൽ ഈ ഭൂമിയിലെ മനുഷ്യരെ അവന് ബഹുമാനിക്കാൻ സാധിക്കുമെങ്കിൽ വിനയത്തോടുകൂടി അവൻ വസിക്കുന്ന കാലം ജ്ഞാനിയായിരിക്കുമ്പോൾ അവന് ബഹുമതികൾ അവനെ തേടി വരും. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് വരച്ചു കാട്ടുകയാണ്. നിനക്ക് ജ്ഞാനിയാകണമെങ്കിൽ ദൈവഭയം ആവശ്യമാണ്. നിനക്ക് ഈ ലോകത്തിൽ ബഹുമതി ലഭിക്കണമെങ്കിൽ വിനയം ആവശ്യമാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ മുന്നിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായി തന്നെ തീരും. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മളെ ഒരുക്കട്ടെ എന്ന് ദൈവത്തോട് യാചിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമർത്ഥമായിട്ട് നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം നമുക്ക് ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ലോകം ഈശോ ഈ ഭൂമിയിൽ കെട്ടിപ്പടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദർശനങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അനുഗ്രഹങ്ങളിലൂടെയും എല്ലാവരുടെയും മുന്നിലേക്കും ഈശോ കടന്നു ചെല്ലുവാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹങ്ങൾ നേടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ സമാധാനം ഈ നിമിഷം ഞാൻ ഞങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.